എല്ലാവർക്കും മൈക്രോസോഫ്റ്റ് അഷ്യൂറിന്റെ അടുത്ത ഒരു പാർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് അല്ലേ? ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് അഷ്യൂറിന്റെ കുറച്ച് ബേസിക് ആയ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ഇവിടെ ഈ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയി എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പരിശോധിക്കാം. സത്യത്തിൽ എന്താണ് ഈ ക്ലൗഡ്? ഇന്ന് ഇന്റർവ്യൂസുകളിലൊക്കെ ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണിത്. സോ ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്താണ് അവിടെ ആൻസർ പറയുക? നിങ്ങൾക്ക് പറയാം, ക്ലൗഡ് ഈസ് എ ഇന്റർനെറ്റ് ബേസ്ഡ് സർവീസ് ഓവർ ദ ഇന്റർനെറ്റ് whatever we are accessing or using, that is what cloud. ക്ലൗഡ് എന്ന് പറയുന്നത് പുതിയൊരു വാക്കൊന്നുമല്ല. നമ്മൾ ദിവസവും ക്ലൗഡ് സർവീസ് പലതരത്തിലായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മെയിലിംഗ് സിസ്റ്റംസുകൾ, ജിമെയിൽ, യാഹു, ഹോട്ട്മെയിൽ, ഇതൊന്നും തന്നെ ഉപയോഗിക്കാത്ത ആളുകൾ ഇന്ന് വളരെ ചുരുക്കം തന്നെയായിരിക്കും. നമ്മളൊരു 15 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 20 ഇയേഴ്സ് പുറകിലേക്ക് പോകുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ലൊക്കേഷനിൽ നിന്നും അടുത്ത ലൊക്കേഷനിലേക്ക് മെയിൽസുകൾ സെൻഡ് ചെയ്തിരുന്നത്? അതുപോലെ തന്നെ ഒരു കൺട്രിയിൽ നിന്നും അടുത്ത ഒരു കൺട്രിയിലേക്ക് എങ്ങനെയാണ് മെയിൽസുകൾ അയച്ചിരുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു റിലേറ്റീവ് താമസിക്കുന്നത് US അല്ലെങ്കിൽ UK യിലാണെന്ന് വിചാരിക്കുക. സോ ആ റിലേറ്റീവിന് കുറച്ച് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് ഫാമിലി പിക്ചേഴ്സ് എങ്ങനെയാണ് ഒരു 15 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 20 ഇയേഴ്സ് ബാക്ക് നിങ്ങൾ സെൻഡ് ചെയ്തിരുന്നത്? ഒരു ജനറൽ പോസ്റ്റ് ഓഫീസിൽ പോകും അല്ലേ? തുടർന്ന് നിങ്ങളുടെ കയ്യിലുള്ള ലെറ്റർ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഈ പോസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കും. ഇത് സെൻഡ് ആകുവാൻ എത്രത്തോളം സമയമെടുക്കും? 1 മിനിറ്റ് മതിയോ? അല്ലെങ്കിൽ ഒരു ദിവസം മതിയോ? അല്ലെങ്കിൽ 4 ദിവസം മതിയോ? പോരാ അല്ലേ? ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും. അതായത് ഒരു രാജ്യത്ത് നിന്നും അടുത്ത ഒരു രാജ്യത്തേക്ക് ഒരു ലെറ്റർ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കൊറിയർ പോകണമെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ സമയമെടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. എന്നാൽ ഇന്ന് ഇന്റർനെറ്റ് സർവീസ് ഉണ്ട് ഇവയെല്ലാം ചെയ്യുന്നതിന്. അതായത് പബ്ലിക് ക്ലൗഡ് ഉണ്ട്. ജിമെയിൽ, യാഹു മെയിൽ, ഔട്ട്ലുക്ക് ഇവയെല്ലാം തന്നെ എല്ലാവർക്കും ഇന്ന് യൂസ് ചെയ്യാം. സോ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആ റിലേറ്റീവിനോട് പറയാം, നിങ്ങൾ ഒരു ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യൂ, തുടർന്ന് അതിലേക്ക് ഇമെയിൽ അയക്കാമെന്ന്. സോ ഇങ്ങനെ ഡാറ്റാസുകൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സെൻഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഒരു ക്ലൗഡ് സർവീസ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബ്രൗസർ വഴിയാണ് അല്ലേ? ഇത് ആരുടെയും സ്വന്തമൊന്നുമല്ല. ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഈ സർവീസസ് ഫ്രീ ആയി യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇവരെല്ലാം തന്നെ ഒരു ക്ലൗഡ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്റർനെറ്റിൽ നമ്മൾ എന്തൊക്കെയാണോ ആക്സസ് ചെയ്ത് യൂസ് ചെയ്യുന്നത് അതിനെ നമുക്ക് പൊതുവെ ക്ലൗഡ് ബേസ്ഡ് ഇന്റർനെറ്റ് സർവീസ് എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഒരു ബേസിക് ഡെഫിനിഷനായി ക്ലൗഡ് ഈസ് എ ഇന്റർനെറ്റ് ബേസ്ഡ് സർവീസ് എന്ന് പറഞ്ഞത്. അടുത്ത ഒരു ക്ലൗഡ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ്, സോഫ്റ്റ്വെയർസുകൾ ഡൗൺലോഡ് ചെയ്യുക, ടൊറന്റ് വഴി പല കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുക, ഓൺലൈൻ ഷോപ്പിംഗ്, ഇതെല്ലാം തന്നെ ഇന്റർനെറ്റ് ബേസ്ഡ് സർവീസിന് ഉദാഹരണങ്ങളാണ്. ശരി, അപ്പോൾ എന്താണ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇന്ന് മനസ്സിലായി കാണുമെന്ന് തന്നെ കരുതുന്നു. ഇനി എന്താണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നതും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈസ് ദ ഡെലിവറി ഓഫ് കമ്പ്യൂട്ടിംഗ് സർവീസസ്, സെർവേഴ്സ്, സ്റ്റോറേജ്, ഡാറ്റാബേസസ്, നെറ്റ്വർക്കിംഗ് ടൂൾസ് ആൻഡ് സോഫ്റ്റ്വെയർ ഓവർ ദ ഇന്റർനെറ്റ്. അതായത് കമ്പ്യൂട്ടിംഗ് സർവീസസ് ഡെലിവറിയാണ് ഇവിടെ നടക്കുന്നത്. അത് സെർവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റോറേജ് ആകാം, ഡാറ്റാബേസസ് ആകാം, നെറ്റ്വർക്കിംഗ് ആകാം, ടൂൾസുകളാകാം, സോഫ്റ്റ്വെയർസുകളാകാം. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്? ഓവർ ദ ഇന്റർനെറ്റ്. അതായത് ഇന്റർനെറ്റിലൂടെയാണ് നമ്മൾ ഇതെല്ലാം ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലൗഡ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ സർവീസിനെ നമ്മൾ പൊതുവെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന പേരിൽ വിളിക്കുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എനേബിൾസ് കമ്പനീസ് ടു കൺസ്യൂം എ കമ്പ്യൂട്ട് റിസോഴ്സ് such as a servers, storage or an application as a utility like water or electricity, rather than having to build and maintaining computing infrastructure in-house.
അതായത് കമ്പനികളിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് ലൈക്ക് സെർവേഴ്സ്, സ്റ്റോറേജ്, ആപ്ലിക്കേഷൻസ് ഇതിൻ്റെയെല്ലാം ഫിസിക്കലായുള്ള ഉപഭോഗം ഒരു പരിധി വരെയെങ്കിലും കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. കമ്പനീസ് ഓഫറിംഗ് ദീസ് കമ്പ്യൂട്ടിംഗ് സർവീസസ് ആർ കോൾഡ് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ആൻഡ് ദേ ചാർജ് ഫോർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസസ് ബേസ്ഡ് ഓൺ യൂസേജ്. എന്താണ് ഇവിടെ പറയുന്നത്? ഒരുപാട് കമ്പനികൾ ഇതേപോലെയുള്ള കമ്പ്യൂട്ടിംഗ് സർവീസസ് ഓഫർ ചെയ്യുന്നുണ്ട്. കോമൺ ആയി നമ്മൾ അവരെ പറയുക ക്ലൗഡ് പ്രൊവൈഡേഴ്സ് എന്നതാണ്. ഇത്തരത്തിലുള്ള ക്ലൗഡ് പ്രൊവൈഡേഴ്സ് നമ്മൾ എത്ര നേരമാണോ ഒരു റിസോഴ്സ് ക്ലൗഡിൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സർവീസ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള റെന്റ് അല്ലെങ്കിൽ ആ ചാർജ് മാത്രമേ നമ്മളിൽ നിന്ന് ഈടാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇന്ന് വളരെ പോപ്പുലറായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ക്ലൗഡ് സർവീസ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി പറയുവാനുള്ളത് കോസ്റ്റ് എഫക്റ്റീവ് തന്നെയാണ്. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലെസ് എക്സ്പെൻസീവ്. ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുമ്പത്തെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ബിൽഡ് ചെയ്തിരുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കമ്പനിയിലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായി ആ കാലത്ത് വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു പുതിയ പ്രൊജക്റ്റ് കിട്ടിയെന്നും കരുതുക. ഒരു പുതിയ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുവാനാണ് ഈ പ്രൊജക്റ്റ് ഉള്ളത്. സോ നമ്മൾ എങ്ങനെ ഈ നെറ്റ്വർക്ക് അവിടെ ബിൽഡ് ചെയ്യും? അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ട്രഡീഷണൽ വേ ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അതായത് ഈ നെറ്റ്വർക്കിലേക്ക് ആവശ്യമുള്ള സർവീസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ്, DNS, ഇമെയിൽ സർവീസ്, SQL സർവീസ്, SCCM സർവീസ് ഇത്രയുമാണ് അവർ പ്രൊജക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഈ സർവീസസുകളെല്ലാം നമ്മൾ ഒരു സെർവറിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായി ഇതെല്ലാം വർക്ക് ചെയ്യുമോ? ഒരിക്കലുമില്ല, അല്ലേ? ഈ സർവീസസുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം, കോൺഫിഗർ ചെയ്യാം, പക്ഷേ പെർഫോമൻസ് വളരെ കുറവ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ലോഡ് ബാലൻസിംഗ് പ്രോബ്ലംസുകളും നേരിടേണ്ടതായിട്ട് ഇവിടെ വരാം. അതായത് ഒരേ സമയത്ത് 100 യൂസേഴ്സ് അല്ലെങ്കിൽ 1000 യൂസേഴ്സ് ഒരുമിച്ച് ഈ സെർവറിനെ ആക്സസ് ചെയ്യുമ്പോൾ ഈ സെർവർ ഡൗൺ ആയി പോകും. കാരണം എല്ലാ സർവീസസുകളും ഒരേ സെർവറിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഈ ഒരു സെർവർ ഏതെങ്കിലും സാഹചര്യത്തിൽ ഡൗൺ ആയെന്ന് വിചാരിക്കുക, അതായത് ഫെയിൽ ആയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു സെർവറിലാണ് എല്ലാ സർവീസസുകളും കോൺഫിഗർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാ സർവീസസുകളും ഇവിടെ സ്റ്റോപ്പ് ആകുന്നു. സോ അപ്പോൾ ഇത് ശരിയായ ഒരു വേ അല്ല, അല്ലേ? മൈക്രോസോഫ്റ്റ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് 1:1 എന്നുള്ളതാണ്. അതായത് ഒരു സെർവറിൽ ഒരു സർവീസ് മാത്രം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സർവീസസുകൾ നമുക്ക് എങ്ങനെ ഇവിടെ കോൺഫിഗർ ചെയ്യാം? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഓരോ സർവീസസുകളും റൺ ആകുവാൻ ഓരോ സെർവേഴ്സുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ 1:1 എന്ന് പറയുന്നത്. അതായത് ഒരു സെർവറിൽ ഒരു സർവീസ് മാത്രം യൂസ് ചെയ്യുക. സോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസുകൾ? നേരത്തെ കണ്ടതുപോലെയുള്ള പെർഫോമൻസ് ഇഷ്യൂസുകൾ ഇവിടെ വരുന്നില്ല. കാരണം എല്ലാ സർവീസുകളും കോൺഫിഗർ ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് സെർവേഴ്സുകളിലാണ്. അതുപോലെ തന്നെ ലോഡ് ബാലൻസിംഗ് പ്രോബ്ലംസുകളും ഇവിടെ വരുന്നില്ല. അതായത് 100 അല്ലെങ്കിൽ 1000 യൂസേഴ്സ് ഒരേ സമയത്ത് ഈ സെർവേഴ്സുകളെ ആക്സസ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിലും there is no issues ബിക്കോസ് ഇതെല്ലാം വെവ്വേറെ സെർവറുകളിലാണ് ഓരോ സർവീസസുകളും റൺ ആകുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു സെർവർ ഫെയിൽ ആയാലും ആ സെർവറിനെയും ആ സെർവറിൽ കോൺഫിഗർ ചെയ്തിരിക്കുന്ന സർവീസിനെയും മാത്രമേ അത് ബാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, മെയിൽ സെർവറാണ് ഫെയിൽ ആയതെന്ന് വിചാരിക്കുക. സോ മെയിൽ സെർവറിനെ മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ. മെയിൽ സെർവർ ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് ഒരു പ്രോബ്ലമായി ഇവിടെ വരികയുള്ളൂ. ബാക്കി സെർവേഴ്സുകളും സർവീസസുകളുമെല്ലാം സുഗമമായി തന്നെ ഇവിടെ വർക്ക് ചെയ്യും. അപ്പോൾ ഒരൊറ്റ സെർവറിൽ എല്ലാ സർവീസസുകളും കോൺഫിഗർ ചെയ്യുക എന്ന രീതിയിൽ നിന്നും നമ്മളിപ്പോൾ ഓരോ സർവീസസുകളും ഓരോ സെർവറുകളിലാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. സോ കമ്പയർ ടു ഓൾഡ് ട്രഡീഷണൽ വേ ഇതിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, അല്ലേ? എന്നാൽ ഇവിടെയും ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഓരോ സർവീസസുകളും കോൺഫിഗർ ചെയ്യുവാൻ ഓരോ സെർവേഴ്സുകളാണ് യൂസ് ചെയ്യുന്നതെന്ന്.
അതായത് 1:1 എന്ന ഫോർമുലയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ സെർവേഴ്സുകളുടെ എക്സ്പെൻസ് ഒരു പ്രശ്നമാണ് അല്ലേ? എത്ര സർവീസസ് നമ്മുടെ കമ്പനിയിലുണ്ടോ അത്രയും സെർവേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ സെർവേഴ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയോ? ഈ ഓരോ സെർവറുകളിലേക്കുമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസുകളും നമ്മൾ പർച്ചേസ് ചെയ്യണം. സോ ഇതിനെല്ലാം തന്നെ നല്ല ഒരു എമൗണ്ട് നമ്മൾ ചിലവാക്കേണ്ടതുണ്ട്. കൂടാതെ സെർവേഴ്സുകളാകുമ്പോൾ നമുക്കറിയാം പല സെർവേഴ്സുകളും 24/7 എന്ന രീതിയിലാണ് വർക്ക് ചെയ്യുക. അതായത് 24 അവേഴ്സും വർക്കിംഗ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നല്ല പവർ സപ്ലൈ, അതായത് റിഡൻഡന്റ് പവർ സപ്ലൈ ആയിരിക്കണം ഇവിടെ ഉണ്ടായിരിക്കേണ്ടത്. UPS സിസ്റ്റംസുകൾ, കൂളിംഗ് സിസ്റ്റംസുകൾ, എയർ വെന്റിലേഷൻ സിസ്റ്റംസ്, ഫയർ അലാറംസ്, ഇത്തരത്തിലുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അറേഞ്ച് ചെയ്താൽ മാത്രം മതിയോ? പോരാ അല്ലേ? ഈ സെർവേഴ്സുകളെല്ലാം തന്നെ മാനേജ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ഒക്കെ വേണം. സോ അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ട് മാത്രം ഇതിന് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഒന്നിലധികം അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ ഇവിടെ നിയമിക്കേണ്ടതുണ്ട്. ഒരു സെർവർ പർച്ചേസ് ചെയ്യുക എന്നത് വലിയ ഒരു ജോബൊന്നുമല്ല അല്ലേ? എന്നാൽ ഈ പർച്ചേസ് ചെയ്ത സെർവേഴ്സുകളെ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇതിന് ഒരു പരിഹാരമായി കമ്പനികൾ എന്തു ചെയ്തു? അവർ അവരുടെ സെർവേഴ്സുകളെ വിർച്വലൈസേഷൻ എന്ന അടുത്ത ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. അതായത് ഒരു ഹൈ എൻഡ് സെർവർ ഇവിടെ പർച്ചേസ് ചെയ്യുന്നു. തുടർന്ന് ഹൈപ്പർവൈസർ മെത്തേഡിൽ ഈ സെർവറിലേക്ക് നമുക്ക് ആവശ്യമുള്ള സർവീസസുകൾ കോൺഫിഗർ ചെയ്യുന്നു. ഹൈപ്പർവി എന്താണെന്നൊക്കെ നിങ്ങൾ MCSIയിൽ പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഹൈപ്പർവിയെക്കുറിച്ചും വിർച്വലൈസേഷൻ ടെക്നോളജിയെക്കുറിച്ചുമൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഒന്ന് റീഫ്രഷ് ചെയ്യണമെങ്കിൽ ആ യൂട്യൂബിലെ ക്ലാസ്സുകൾ നിങ്ങളൊന്ന് കാണുക. ശരി, അപ്പോൾ ഇങ്ങനെ ഒരു ഹൈ എൻഡ് സെർവർ പർച്ചേസ് ചെയ്ത് എല്ലാ സർവീസസുകളും നമ്മൾ ഈ ഒരു സെർവറിൽ കോൺഫിഗർ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരുപാട് സെർവേഴ്സുകൾ പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? അതുപോലെ തന്നെ ഹാർഡ്വെയർ കോസ്റ്റ്, മെയിൻറ്റെയിനിങ്, ഇതെല്ലാം വളരെ റെഡ്യൂസ് ആയിരിക്കും ഇവിടെ. പക്ഷേ ഇപ്പോഴും നേരത്തെ നമ്മൾ കണ്ടതുപോലെയുള്ള ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതായത് നല്ല ഒരു പവർ സപ്ലൈ, അതായത് റിഡൻഡന്റ് പവർ സപ്ലൈ ഇവിടെ ആവശ്യമാണ്. കൂടാതെ UPS, കൂളിംഗ് സിസ്റ്റംസുകൾ, എയർ വെന്റിലേഷൻ സിസ്റ്റംസുകൾ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയും അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു വിർച്വലൈസേഷൻ ടെക്നോളജിയും ഇന്ന് ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. അതിനു പകരം സെർവർലെസ് ടെക്നോളജി ഇന്ന് ബൂമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ സെർവർലെസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ? അതായത് സെർവേഴ്സുകൾ ഒന്നും തന്നെ നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഈ സെർവേഴ്സുകളെല്ലാം നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത്, കോൺഫിഗർ ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ട്രബിൾ ഷൂട്ട് ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ക്ലൗഡിലായിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ ഹാർഡ്വെയർ തിങ്സ് ഒന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതുപോലെ തന്നെ പവർ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, ഫിസിക്കൽ സെക്യൂരിറ്റിയെക്കുറിച്ച് വറിയാകേണ്ട കാര്യമില്ല. സെപ്പറേറ്റ് എയർ കണ്ടീഷൻസോ അല്ലെങ്കിൽ എയർ വെന്റിലേഷൻസോ ഒന്നും വെക്കേണ്ട കാര്യവുമില്ല. എന്തിനേറെ പറയുന്നു, ഒരു ഡാറ്റാ സെന്റർ തന്നെ ഇവിടെ ബിൽഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കമ്പനി സെർവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ റൺ ആകുന്നത് ക്ലൗഡിലാണ്. ലോകത്തിന്റെ ഏത് കോണിലിരുന്നു കൊണ്ടും ഈ കമ്പനി സെർവേഴ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ഇന്ത്യയിലായിരിക്കാം, നാളെ ഒരുപക്ഷെ നിങ്ങൾ UAE-യിലായിരിക്കാം, അടുത്ത ആഴ്ച ഒരുപക്ഷെ US-ലായിരിക്കാം. അപ്പോൾ എവിടെയോ ആയിക്കൊള്ളട്ടെ, ക്ലൗഡിൽ റൺ ചെയ്യുന്ന ഈ സെർവേഴ്സുകൾ എവിടെ ഇരുന്നു കൊണ്ടും നിങ്ങൾക്ക് ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ നോക്കിയിരുന്നു ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഒരുപാട് ഇന്ന് വേൾഡിലുണ്ട്. ഏതൊക്കെയാണവ? അഷ്യൂർ ഉണ്ട്, AWS ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, ഒറാക്കിൾ ഉണ്ട്. ഇങ്ങനെ പല പല ക്ലൗഡ് പ്രൊവൈഡേഴ്സും ഇന്ന് വേൾഡിലുണ്ട്. അതിൽ ഇന്ന് ഏറ്റവും പോപ്പുലറായി നിൽക്കുന്നത് മൈക്രോസോഫ്റ്റിന്റെ അഷ്യൂർ സർവീസ് തന്നെയാണ്. സോ ഈ അഷ്യൂറിനെ കുറിച്ചാണ് നമ്മൾ കംപ്ലീറ്റ്ലി പഠിക്കുവാൻ പോകുന്നത്. ക്ലൗഡിന്റെ അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് വിത്ത് സെൽഫ് സർവീസ് ഓൺ ഡിമാൻഡ് എന്നതാണ്. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ നമുക്ക് ഒരു സെർവർ കോൺഫിഗർ ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ ഫ്യൂച്ചറിൽ നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഒരു വെബ് സെർവർ വേണമെന്ന് കമ്പനി മാനേജ്മെന്റ് നമ്മോട് പറയുകയാണ്. സോ ഉടനെ തന്നെ നമുക്ക് 5-6 മൗസ് ക്ലിക്കുകളിലൂടെ ഒരു വെബ് സെർവർ വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുവാൻ ഈ അഷ്യൂറിൽ സാധിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ യൂസേഴ്സിന് ഈ വെബ് സെർവർ ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യുവാനും ഇവിടെ സാധിക്കുന്നു. ഇനി ഫ്യൂച്ചറിൽ ഈ സെർവർ വേണ്ട എന്ന് കമ്പനി പറയുകയാണ്. അപ്പോൾ എന്തു ചെയ്യും? ഈ സെർവർ നമുക്ക് ഇവിടെ നിന്നും റിമൂവ് ചെയ്യുവാനും സാധിക്കുന്നു, അതായത് ഡിലീറ്റ് ചെയ്ത് കളയാം.
ഇതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. സെൽഫ് സർവീസ് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്പനി ഒരു വെബ് സെർവർ റൺ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. eBay.com എന്ന വെബ്സൈറ്റ് ആണ് ഇതെന്ന് കരുതുക. ദിവസവും നോർമലി അറ്റ് എ ടൈം 100 യൂസേഴ്സ് ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നുണ്ടെന്നും കരുതുക. നമുക്കറിയാം, ചില ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ വലിയ ഓഫേഴ്സ് ഒക്കെ കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട് അല്ലേ? അതായത് 50% ഓഫർ അല്ലെങ്കിൽ 70% ഓഫർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. സോ സൺഡേ ഒരു വലിയ ഓഫർ ഈ eBay സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ടെന്ന് കരുതുക. സ്വാഭാവികമായും ഈ സൺഡേ ട്രാഫിക് വളരെ കൂടുതലായിരിക്കും അല്ലേ? ഒരു സെർവർ മാത്രമേ ഉള്ളൂവെങ്കിൽ 1000 യൂസേഴ്സ് അറ്റ് എ ടൈം ഈ സെർവർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സെർവറിന്റെ പെർഫോമൻസ് കുറയുന്നതായിരിക്കും. മേ ബി ഈ സെർവർ ഡൗൺ ആയി പോകുവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ലോഡ് ബാലൻസിംഗ് കൺസെപ്റ്റ് കൊണ്ടുവരണം അല്ലേ? അതായത് മൾട്ടിപ്പിൾ വെബ് സെർവേഴ്സ് ഇവിടെ കോൺഫിഗർ ചെയ്യണം. ശരി, ഞാൻ 2-3 വെബ് സെർവേഴ്സ് ഇവിടെ ഈ ക്ലൗഡിൽ കോൺഫിഗർ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. ഈ വെബ് സെർവേഴ്സ് നമുക്ക് ഡെയിലി ബേസിസ് ഇവിടെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല അല്ലേ? എപ്പോഴാണോ ട്രാഫിക് കൂടുന്നത് അതിനനുസരിച്ച് മാത്രം ഈ മൾട്ടിപ്പിൾ സെർവേഴ്സുകൾ റൺ ചെയ്താൽ മതി എന്ന രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഒരേ സമയത്ത് 100 യൂസേഴ്സിൽ കൂടുതൽ ഈ വെബ് സെർവറിനെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു വെബ് സെർവർ അപ്പാകണം എന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ 2 വെബ് സെർവേഴ്സുകൾ ഇപ്പോൾ ഇവിടെ റൺ ആകും. ഇനി അറ്റ് എ ടൈം മോർ ദാൻ 500 യൂസേഴ്സ് ഈ സെർവേഴ്സുകളെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ സെർവർ അപ്പാകണം എന്ന രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുവാനും കോൺഫിഗർ ചെയ്യാനും ഒക്കെ ഇവിടെ സാധിക്കുന്നതാണ്. ഇനി വീണ്ടും 100 യൂസേഴ്സ് മാത്രമേ ഈ സെർവർ ഇപ്പോൾ ആക്സസ് ചെയ്യുന്നുള്ളൂവെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ 2 സെർവേഴ്സുകളും ഡൗൺ മോഡിലേക്ക് പോകുന്നതാണ്. അപ്പോൾ എന്താണ് ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആൻഡ് ബെനിഫിറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ എപ്പോഴാണോ ഈ മൾട്ടിപ്പിൾ സെർവേഴ്സുകൾ യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ എത്ര മണിക്കൂറാണോ ഈ സെർവേഴ്സുകൾ യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള റെന്റ് മാത്രം അഷ്യൂറിന് നൽകിയാൽ മതി. ഇതിനെ നമ്മൾ ഓട്ടോ സ്കെയിലിംഗ് എന്നാണ് പറയുക. ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുക എന്നത് നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഇതിനെ പരിശോധിക്കാം. ഇനി ഇത് ഓൺ പ്രിമൈസസിലാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ലോഡ് ബാലൻസിങ്ങിന് വേണ്ടി 2-3 ഫിസിക്കൽ സെർവേഴ്സുകൾ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായി വരുമായിരുന്നു. അപ്പോൾ അതിന്റെ കോസ്റ്റ് എത്രമാത്രം വരുമായിരുന്നു എന്നും ഒന്ന് ആലോചിച്ചു നോക്കുക. എന്നാൽ ഇവിടെ ക്ലൗഡിൽ, അതായത് അഷ്യൂറിൽ സെർവേഴ്സുകൾ എത്ര മണിക്കൂർ നമ്മൾ യൂസ് ചെയ്യുന്നുവോ അതിന്റെ റെന്റ് മാത്രം നൽകിയാൽ മതി. ശരി, അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് തന്നെ കരുതുന്നു. അടുത്ത ഒരു ബെനിഫിറ്റായ ഹൈലി അവൈലബിൾ സർവീസസിനെ കുറിച്ച് ഒന്ന് നോക്കാം. നമ്മുടെ കമ്പനി സെർവേഴ്സ് റൺ ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റാ സെന്ററിലാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കമ്പനിയിലെ എല്ലാ സെർവേഴ്സുകളും ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് സൗത്ത് ഇന്ത്യ ഡാറ്റാ സെന്ററിലാണെന്ന് വിചാരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഷ്യൂർ റീജിയൻസുകളെ കുറിച്ചൊക്കെ നോക്കിയിരുന്നു അല്ലേ? ഞാൻ ആ പേജ് ഒരിക്കൽ കൂടെ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. സോ എൻ്റെ സെർവേഴ്സുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സൗത്ത് ഇന്ത്യ ഡാറ്റാ സെന്ററിലാണ്. ഫ്യൂച്ചറിൽ ഈ സൗത്ത് ഇന്ത്യ ഡാറ്റാ സെന്റർ നെറ്റ്വർക്ക് കണക്ടിവിറ്റി എന്തോ കാരണത്താൽ ഡിസ്കണക്റ്റഡ് ആയെന്ന് വിചാരിക്കുക. മേ ബി ഈ ഡാറ്റാ സെന്ററിലുള്ള പവർ ഫെയിലർ അല്ലെങ്കിൽ ഈ റീജിയണിൽ സംഭവിക്കാവുന്ന എർത്ത് ക്വാക്ക്, ഫ്ലഡ് എന്നിവയിലെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ സൗത്ത് ഇന്ത്യ ഡാറ്റാ സെന്റർ കണക്ടിവിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മൈക്രോസോഫ്റ്റ് പറയുന്നത്, ഇത്തരമൊരു സാഹചര്യം വരികയാണെങ്കിലും നിങ്ങളുടെ ഡാറ്റാസുകളെല്ലാം സുരക്ഷിതമായിരിക്കും മറ്റൊരു ഡാറ്റാ സെന്ററിൽ. ഫോർ എക്സാമ്പിൾ, അത് സെൻട്രൽ ഇന്ത്യ ഡാറ്റാ സെന്ററിലായിരിക്കാം, അതുമല്ലെങ്കിൽ വെസ്റ്റ് ഇന്ത്യ ഡാറ്റാ സെന്ററിലായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ അതർ കൺട്രീസിലെ ഏതെങ്കിലും ഡാറ്റാ സെന്ററിൽ അതെല്ലാം സുരക്ഷിതമായിരിക്കും എന്നതാണ് മൈക്രോസോഫ്റ്റ് ഇവിടെ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുക ഹൈലി അവൈലബിൾ സർവീസ് എന്നതാണ്. നമുക്കറിയാം, ഇന്നുള്ള ഏതൊരു കമ്പനി ബിസിനസ് എടുത്തു നോക്കുകയാണെങ്കിലും ആ കമ്പനി ഒരു ജിയോഗ്രഫിക് ലൊക്കേഷനിൽ മാത്രമൊന്നുമല്ല ഉണ്ടായിരിക്കുക. ബിസിനസ് ഗ്രോത്ത് ആകുന്നതിനനുസരിച്ച് ആ കമ്പനി എക്സ്പാൻഡ് ചെയ്ത് പല ലൊക്കേഷൻസുകളിലായി പല പല ബ്രാഞ്ചസുകൾ അല്ലെങ്കിൽ സൈറ്റുകൾ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, എൻ്റെ കമ്പനിയുടെ ഹെഡ് ഓഫീസ് ഉള്ളത് US-ലാണ്. എന്നാൽ ഈ US-ൽ മാത്രമാണോ എനിക്ക് കമ്പനികൾ ഉണ്ടായിരിക്കുകയുള്ളൂ? ഒരിക്കലുമല്ല. ഈ കമ്പനിയുടെ മറ്റ് ബ്രാഞ്ചസുകൾ ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കാം, അതുമല്ലെങ്കിൽ ഓസ്ട്രേലിയയിലായിരിക്കാം, അതുമല്ലെങ്കിൽ UK-യിലായിരിക്കാം. അങ്ങനെ വേൾഡിൽ പല രാജ്യങ്ങളിലും ഈ കമ്പനിയുടെ സൈറ്റുകൾ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും.
സോ അപ്പോൾ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഫിസിക്കൽ ഡാറ്റാ സെന്റേഴ്സുകൾ ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ ഇതെല്ലാം ഓൺ പ്രിമൈസസ് നെറ്റ്വർക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. എന്നാൽ ഇവിടെ ക്ലൗഡ് ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എവിടെയോ ആയിക്കൊള്ളട്ടെ, മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റാ സെന്ററിൽ നിങ്ങളുടെ കമ്പനിക്ക് ആവശ്യമുള്ള സെർവേഴ്സുകൾ നിഷ്പ്രയാസം ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ സാധിക്കുന്നതാണ്. നമ്മൾ ഒരു സെർവർ അഷ്യൂറിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് റീജിയണിലുള്ള യൂസേഴ്സാണ് അതാത് സെർവേഴ്സുകളെ ആക്സസ് ചെയ്യുന്നത് എന്ന് നോക്കി ആ റീജിയൻ മാത്രം സെലക്ട് ചെയ്ത് ഇവിടെ കൊടുത്താൽ മതി. സോ യൂസേഴ്സിന് നിയറസ്റ്റ് റീജിയണിലുള്ള സെർവേഴ്സുകളെ ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യാൻ ഇവിടെ സാധിക്കുന്നു. ട്രാഫിക് മാനേജർ എന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കുവാനുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വളരെ ഡീപ്പായിട്ട് തന്നെ പരിശോധിക്കാം. അടുത്ത ഒരു ക്ലൗഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് റിലയബിലിറ്റിയാണ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസീയത അല്ലേ? സ്വാഭാവികമായും എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്, നമ്മുടെ ഡാറ്റാസ് നമ്മൾ സേവ് ചെയ്യുന്നത് മറ്റൊരു സെർവറിലാണ്. സോ ഈ ഡാറ്റാസുകൾ ലീക്ക് ആകുവാനുള്ള ചാൻസസ് ഇല്ല എന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്സ് വരുവാനുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്നൊക്കെ പല ആളുകളും ചോദിച്ചു കാണാറുണ്ട്. നമുക്കറിയാം, മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറുകിട കമ്പനിയൊന്നുമല്ല അല്ലേ? വർഷങ്ങളായി അവർ ഈ IT മേഖലയിൽ ഒന്നാം സ്ഥാനത്തുള്ളവർ തന്നെയാണ്. നമ്മൾ പഠിക്കുന്ന കാലം മുതലേ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക സോഫ്റ്റ്വെയർസുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസുകളുമെല്ലാം ക്രിയേറ്റ് ചെയ്തത് ഈ മൈക്രോസോഫ്റ്റ് തന്നെയാണ്. സോ അപ്പോൾ മൈക്രോസോഫ്റ്റിന് റിലയബിലിറ്റി ഉണ്ട് എന്നുള്ളതിനുള്ള വലിയ ഒരു ഉദാഹരണം തന്നെയാണിത്. കൂടാതെ അറ്റാക്സിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി സെക്യൂരിറ്റി ഫീച്ചേഴ്സുകൾ തന്നെയാണ് അവർ ലെയർ ബൈ ലെയറായി അവരുടെ ഡാറ്റാ സെന്ററിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഹാക്കേഴ്സ് അറ്റാക്സ് മൈക്രോസോഫ്റ്റ് ഡാറ്റാ സെന്ററിൽ വരുവാനുള്ള ചാൻസസ് ഇല്ല എന്ന് തന്നെ പറയാം. 24/7 വൈസ് ആണ് അവിടുത്തെ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് അവരുടെ സിസ്റ്റംസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100% നമുക്ക് ഉറപ്പിച്ച് പറയാം, മൈക്രോസോഫ്റ്റ് അഷ്യൂർ എന്നത് ഒരു റിലയബിൾ ക്ലൗഡ് സർവീസ് തന്നെയാണ്. കൂടാതെ ബാക്കപ്സ്, ഡിസാസ്റ്റർ റിക്കവറി, റീപ്ലിക്കേഷൻ എന്നിവയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അഷ്യൂർ വളരെ നല്ല ഒരു വിശ്വാസ്യതയാർന്ന സർവീസ് തന്നെയാണ് അവരുടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലൗഡ് സർവീസിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പ്രധാനമായും എത്ര ടൈപ്സിലുള്ള ക്ലൗഡ് സർവീസസ് ഉണ്ടെന്ന് നോക്കാം. പബ്ലിക് ക്ലൗഡ്, പ്രൈവറ്റ് ക്ലൗഡ്, ഹൈബ്രിഡ് ക്ലൗഡ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പബ്ലിക് ക്ലൗഡ് ആണ്. അതായത് ജിമെയിൽ, യാഹൂ, ഔട്ട്ലുക്ക്, അഷ്യൂർ, AWS, IBM. ഇതെല്ലാം തന്നെ എന്താണ്? പബ്ലിക് ക്ലൗഡാണ് അല്ലേ? അഷ്യൂറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് അഷ്യൂർ എവിടെയാണുള്ളത്? പബ്ലിക്കിലാണ് അല്ലേ? അതായത് നമ്മുടെ സെർവേഴ്സ് എല്ലാം റൺ ആകുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റാ സെന്ററിലായിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക, അവൈലബിൾ ടു എനിവൺ ഓവർ ദ പബ്ലിക് ഇന്റർനെറ്റ്. അതായത് പബ്ലിക്കിൽ ഇരുന്നു കൊണ്ട് ആർക്ക് വേണമെങ്കിലും അവരുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ അവരുടെ കമ്പ്യൂട്ടർ, അതുമല്ലെങ്കിൽ മൊബൈൽ, ഇതിലെ ഏതെങ്കിലും വെബ് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സർവീസസുകളെല്ലാം തന്നെ ഏതൊരാൾക്കും യൂസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അഷ്യൂർ, AWS, ഗൂഗിൾ ക്ലൗഡ്, ജിമെയിൽ, യാഹൂ ഇവയെല്ലാം പബ്ലിക് ക്ലൗഡ് സർവീസ് എന്ന് പറയുന്നത്. എന്നാൽ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ല. ആർക്ക് വേണമെങ്കിലും ഈ പ്രൈവറ്റ് ക്ലൗഡ് ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യാനൊന്നും സാധിക്കുന്നതല്ല. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലൗഡ് സർവീസിനെയാണ് നമ്മൾ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുക. സോ ഈ ക്ലൗഡ് ആരൊക്കെ ആക്സസ് ചെയ്യണം അല്ലെങ്കിൽ ആർക്കൊക്കെ ആക്സസ് ചെയ്യുവാൻ പാടില്ല എന്ന സെറ്റിംഗ്സ് ഒക്കെ ഈ കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് സെറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ പ്രൈവറ്റ് ക്ലൗഡ് കമ്പനിയുടെ ഉള്ളിൽ നിന്ന് മാത്രമല്ല യൂസേഴ്സിന് ആക്സസ് ചെയ്യുവാൻ സാധിക്കുക, ഓവർ ദ ഇന്റർനെറ്റ് ഈ പ്രൈവറ്റ് ക്ലൗഡ് യൂസേഴ്സിന് ആക്സസ് ചെയ്യുവാൻ സാധിക്കും. പക്ഷെ അതിന് പെർമിഷൻസ്, സെക്യൂരിറ്റി ഇതെല്ലാം ഈ കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഏത് യൂസേഴ്സിനാണോ പുറത്തുനിന്നും ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടത് അവർക്ക് അതെല്ലാം നൽകിയിരിക്കണം. ഒരു കമ്പനിക്കുള്ളിൽ ഇത്തരം പ്രൈവറ്റ് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവയ്ക്കുള്ള സെക്യൂരിറ്റിയും നമ്മൾ വലിയ തോതിൽ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ അറ്റാക്സ് ഉണ്ടാകുവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. SSE/VMM, SSE/OM ഇതെല്ലാം ഇതേപോലെയുള്ള പ്രൈവറ്റ് ക്ലൗഡിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. അടുത്തത് ഹൈബ്രിഡ് ക്ലൗഡ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ്
പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ക്ലൗഡ്. ഇന്നുള്ള ചില കമ്പനികളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഹൈബ്രിഡ് ടെക്നോളജി ക്ലൗഡ് സർവീസസുകൾ റൺ ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഒരു ഡൊമൈൻ സെർവർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഡൊമൈൻ സെർവർ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഫെയിൽ ആയാൽ റിസോഴ്സസുകൾ ഒന്നും തന്നെ ഈ കമ്പനിയിലെ യൂസേഴ്സിന് ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഈ കമ്പനിയിൽ നമുക്ക് എന്ത് ചെയ്യാം? MCSEയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ ഈ കമ്പനിക്കുള്ളിൽ തന്നെ കോൺഫിഗർ ചെയ്യാം. ഇതാണ് നമ്മൾ MCSEയിൽ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ടെക്നോളജി എല്ലാം മാറി അല്ലേ? സോ നമുക്ക് ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ഈ കമ്പനിയിൽ റൺ ആകുന്ന ഡൊമൈൻ സെർവറിന്റെ ഒരു അഡീഷണൽ ഡൊമൈൻ കൺട്രോളർ അല്ലെങ്കിൽ ഒരു റീപ്ലിക്കേഷൻ സെർവർ ക്ലൗഡിൽ സെറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് എപ്പോഴാണോ ഈ മെയിൻ സെർവർ ഫെയിൽ ആകുന്നത് അപ്പോൾ മാത്രം ക്ലൗഡിലെ ഈ സെർവർ അപ്പാകും. സോ എന്താണ് ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്? നമ്മൾ എത്ര മണിക്കൂറാണോ ഈ ക്ലൗഡിലെ സെർവർ യൂസ് ചെയ്യുന്നത് ആ സമയത്തെ റെന്റ് മാത്രം അവർക്ക് നൽകിയാൽ മതി. അതായത് മെയിൻ ഡൊമൈൻ കൺട്രോളർ എപ്പോഴാണോ അപ്പാകുന്നത് ആ സമയം വരെയുള്ള റെന്റ് മാത്രം അഷ്യൂറിന് നൽകിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഹൈബ്രിഡ് ക്ലൗഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ലോജിക്കും കോൺസെപ്റ്റും ഒക്കെ മനസ്സിലായി കാണുമെന്ന് തന്നെ കരുതുന്നു. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടെ ഇവിടെ പറയാം. നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി പെയിന്റിൽ ഡ്രോ ചെയ്ത ഒരു പിക്ചറാണിത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുക. ഓൺ പ്രിമൈസസ് ഡാറ്റാ സെന്റർ ആണുള്ളത്. ഇവിടെ ഡൊമൈൻ കൺട്രോളർ ഉണ്ട്, DNS ഉണ്ട്, DHCP ഉണ്ട്, WSS ഉണ്ട്, SCVM സെർവറുമുണ്ട്. ഇതേ കമ്പനി തന്നെ ക്ലൗഡിലും കുറച്ച് സെർവേഴ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. വെബ് സെർവർ, SQL സെർവർ, എക്സ്ചേഞ്ച് സെർവർ ഇതെല്ലാം റൺ ചെയ്യുന്നത് എവിടെയാണ്? അഷ്യൂറിലാണ്. സോ ഒരു യൂസർ പുറത്തു നിന്നും ഈ SCVM സെർവർ ആക്സസ് ചെയ്യണമെങ്കിൽ അത് ഓൺ പ്രിമൈസസ് ഡാറ്റാ സെന്ററിൽ കോണ്ടാക്ട് ചെയ്യും. ഇനി അതല്ല, ഈ യൂസർക്ക് വെബ് സെർവറാണ് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ ഈ യൂസർ നേരെ അഷ്യൂറിൽ ഇരിക്കുന്ന വെബ് സെർവറിനെ ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യും. അതായത് ഈ കമ്പനിയിൽ പബ്ലിക് ക്ലൗഡും പ്രൈവറ്റ് ക്ലൗഡും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കോമ്പിനേഷൻ ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ക്ലൗഡ് എന്നത്. അടുത്തത് നമുക്ക് ക്ലൗഡ് സർവീസസുകളെ കുറിച്ച് ഒന്ന് നോക്കാം. ക്ലൗഡ് സർവീസസുകളെ നമുക്ക് പ്രധാനമായും മൂന്നായി സെപ്പറേറ്റ് ചെയ്യാം: SaaS, PaaS, IaaS. SaaS എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, PaaS എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, IaaS എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. SaaS ക്ലൗഡ് സർവീസ് പൊതുവെ യൂസ് ചെയ്യുക എൻഡ് യൂസേഴ്സ് ആണ്. എന്നാൽ PaaS സർവീസ് യൂസ് ചെയ്യുക ഡെവലപ്പേഴ്സ്, പ്രോഗ്രാമേഴ്സ് ഇവരൊക്കെയാണ്. അതുപോലെ തന്നെ IaaS സർവീസ് യൂസ് ചെയ്യുക, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് യൂസ് ചെയ്യുക സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ്, നെറ്റ്വർക്ക് ആർക്കിടെക്ട്സ് ഇവരൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ഉപയോഗിക്കുക. അതായത് IaaS എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ റിലേറ്റഡ് തിങ്സ് മാത്രം നമ്മൾ ക്ലൗഡ് പ്രൊവൈഡേഴ്സിന്റെ അടുത്ത് നിന്നും റെന്റിന് എടുക്കുന്നു. ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാം. ബ്ലൂ കളറുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. എന്നാൽ ഓറഞ്ച് കളറുള്ള ഏരിയയെല്ലാം ആരാണോ നമുക്ക് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവര് മാനേജ് ചെയ്തുകൊള്ളും. ഓൺ പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പനിക്കുള്ളിൽ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടാകുക. ഫോർ എക്സാമ്പിൾ നെറ്റ്വർക്കിംഗ്, സ്റ്റോറേജ്, സെർവേഴ്സ്, വിർച്വലൈസേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡാറ്റാസുകൾ, ആപ്ലിക്കേഷൻസുകൾ ഇങ്ങനെയുള്ളതെല്ലാം തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് തന്നെ ആയിരിക്കും. ഇത് മാനേജ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്? സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിരിക്കും. എന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് നമ്മുടെ കമ്പനി ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഏരിയ ഈ കമ്പനിയിലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് മാനേജ് ചെയ്യണം. ബാക്കി വരുന്ന ഏരിയാസ് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് മാനേജ് ചെയ്യും. ഓരോ സർവീസിനും നൽകിയിരിക്കുന്ന ഈ കളേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് ആ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ റിലേറ്റഡ് തിങ്സ് മാത്രം നമ്മൾ ക്ലൗഡ് പ്രൊവൈഡേഴ്സിന്റെ അടുത്ത് നിന്നും റെന്റിന് എടുക്കുന്നു. ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം ആസ് എ അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ തന്നെ മാനേജ് ചെയ്യണം അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റിനെയാണ് IaaS എന്ന് നമ്മൾ പറയുക. IaaS എന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്.
നിങ്ങളുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വേൾഡിൽ എവിടെയെങ്കിലും റൺ ചെയ്യുവാൻ ഒരു വിർച്വൽ മെഷീൻ ആവശ്യമുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്നത് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്പെസിഫിക്കേഷനോട് കൂടിയ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ബിൽഡ് ചെയ്യുവാൻ സാധിക്കുന്നു. ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഡാറ്റാ സെന്ററുകൾ വേൾഡിലെ പല ലൊക്കേഷൻസുകളിലും ബിൽഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവയുടെ പവർ മാനേജിംഗ്, ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ്, സ്റ്റോറേജ്, ലോഡ് ബാലൻസിംഗ്, ട്രാഫിക് മാനേജർ ഇതെല്ലാം നമുക്ക് ഈ സർവീസിൽ അവൈലബിൾ ആണ്. അതായത് ഇതൊന്നും തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട കാര്യം ഇവിടെയില്ല. ആവശ്യത്തിനനുസരിച്ച് ക്ലൗഡിൽ ഇതെല്ലാം ഉപയോഗിക്കുവാൻ സാധിക്കും. നമ്മൾ ഏത് സർവീസാണോ യൂസ് ചെയ്യുന്നത്, അത് എത്ര മണിക്കൂർ യൂസ് ചെയ്തു, അതിനനുസരിച്ചുള്ള റെന്റ് മാത്രം ക്ലൗഡിൽ നൽകിയാൽ മതി. മൈക്രോസോഫ്റ്റ് അഷ്യൂർ, AWS, ഗൂഗിൾ ക്ലൗഡ് ഇവരെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസിന് ഉദാഹരണങ്ങളാണ്. കമ്പനികളിലെ IT അഡ്മിനിസ്ട്രേറ്റേഴ്സ്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ്, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇവരൊക്കെയാണ് അയാസ് എന്ന ഈ സർവീസ് യൂസ് ചെയ്യുക. അടുത്തത് പാസിനെ കുറിച്ച് നോക്കാം. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് കൂടുതലായി യൂസ് ചെയ്യുക സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, പ്രോഗ്രാമേഴ്സ് ഇവരൊക്കെയാണ്. അതായത് ആസ് എ പ്രോഗ്രാമർ അവർക്കറിയില്ല എങ്ങനെയാണ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്നത്. അവർക്കറിയുക സ്ക്രിപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ മാത്രമാണ്, അല്ലെങ്കിൽ കോഡുകൾ ക്രിയേറ്റ് ചെയ്യുവാനാണ്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് പാസ് സർവീസ് എടുത്ത് അത് ഫോളോ ചെയ്യാവുന്നതാണ്. അവർക്ക് അവരുടെ കോഡിങ്സുകൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റുകൾ അതാത് ആപ്ലിക്കേഷൻസുകളെ ഡിപ്ലോയ് ചെയ്യുവാൻ ഈ പാസ് സർവീസിലൂടെ സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ജാവ, .NET, പൈത്തൺ, PHP ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സാസ് ഉപകാരപ്പെടുക എൻഡ് യൂസേഴ്സിനാണ്. അതായത് എൻഡ് യൂസേഴ്സിന് അവർക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസുകൾ ക്ലൗഡിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഓഫീസ് 365. ഓഫീസ് 365 എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക? കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതുവഴിയാണ് ഓഫീസ് 365 ആക്സസ് ചെയ്യുക. അപ്പോൾ ഈ ഓഫീസ് 365ന്റെ സെർവർ എവിടെയാണ്? ഓൺ പ്രിമൈസസിലാണോ? ഒരിക്കലുമല്ല അല്ലേ, അത് ക്ലൗഡിലാണുള്ളത്. സോ ക്ലൗഡിലുള്ള ആപ്ലിക്കേഷൻസുകൾ എൻഡ് യൂസേഴ്സ് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുക സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്നതാണ്. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന പോയിന്റ്സുകളൊക്കെ നിങ്ങൾ പഠിക്കുക. ഒരുപക്ഷെ ഇന്റർവ്യൂസുകൾക്കൊക്കെ ഇത് ചോദിച്ചേക്കാം. അതുപോലെ തന്നെ ഇന്റർവ്യൂസുകൾക്കൊക്കെ കോമൺ ആയി ഇന്ന് ചോദിച്ചു വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മൈക്രോസോഫ്റ്റ് അഷ്യൂർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിരുന്നു. അപ്പോൾ മൈക്രോസോഫ്റ്റ് അഷ്യൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? മറക്കരുത് ഒരിക്കലും. ഏതൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാം. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പറയുക അവിടെ നിങ്ങൾ. മൈക്രോസോഫ്റ്റ് അഷ്യൂർ ഈസ് എ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസ് ക്രിയേറ്റഡ് ബൈ മൈക്രോസോഫ്റ്റ് ഫോർ ബിൽഡിംഗ്, ടെസ്റ്റിംഗ്, ഡിപ്ലോയിങ് ആൻഡ് മാനേജിംഗ് ആപ്ലിക്കേഷൻസ് ആൻഡ് സർവീസസ് ത്രൂ എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് മൈക്രോസോഫ്റ്റ് മാനേജ്ഡ് ഡാറ്റാ സെന്റേഴ്സ്. ശരി, നമുക്കറിയാം ക്ലൗഡ് സർവീസസുകൾ ഒന്നും തന്നെ ഫ്രീ അല്ല. നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ക്ലൗഡ് പ്രൊവൈഡേഴ്സിന് പണം നൽകേണ്ടതുണ്ട്. അത് അഷ്യൂർ ആയാലും AWS ആയാലും IBM ആയാലും ഗൂഗിൾ ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. സോ അപ്പോൾ എങ്ങനെയാണ് ആ പേയ്മെന്റ് മെത്തേഡ്സും കാര്യങ്ങളുമൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ അഷ്യൂറിൽ ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസോഴ്സസ് മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റാ സെന്ററിൽ ഡിപ്ലോയ് ചെയ്യുന്നതിന് മുമ്പ് അഷ്യൂർ കാൽക്കുലേറ്റർ എന്ന ഒരു സൗകര്യം ഇവിടെ യൂസ് ചെയ്യുവാൻ സാധിക്കും. അതായത് മന്ത്ലി എത്ര ബിൽ വരാമെന്നുള്ള കാര്യങ്ങൾ ഇവിടെ അറിയുവാൻ സാധിക്കും. അത് എങ്ങനെയാണ് ചെയ്യുക എന്നത് ഞാൻ കാണിച്ചു തരാം. അതിനായി ഇവിടെ നിന്നും ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു. തുടർന്ന് ഇവിടെ അഷ്യൂർ പ്രൈസിംഗ് കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ ചെയ്യുന്നു. തുടർന്ന് ഈ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ അഷ്യൂറിൽ ലഭ്യമായ എല്ലാ ക്ലൗഡ് പ്രൊഡക്ട്സുകളും ഷോ ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ട്, നെറ്റ്വർക്കിംഗ്, സ്റ്റോറേജ്, വെബ്, മൊബൈൽ, കണ്ടെയ്നേഴ്സ്, ഡാറ്റാബേസസ്, അനലിറ്റിക്സ് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രൊഡക്ട്സുകൾ നിങ്ങൾക്കിവിടെ കാണാം. സോ ഏത് പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഏത് സർവീസിന് എത്ര എമൗണ്ട് വരും എന്ന് അറിയുന്നതിന് ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ അഷ്യൂറിൽ ഒരു വിർച്വൽ മെഷീൻ അഥവാ വിർച്വൽ സെർവർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സെർവർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എത്രയാണ് മന്ത്ലി എമൗണ്ട് വരിക അല്ലെങ്കിൽ ഹവേർലി എത്രയാണ് റെന്റ് വരിക എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയാണ് ചെയ്യുക എന്നത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് തന്നെ ഒന്ന് നോക്കാം. സോ ഞാൻ ആദ്യം ഇവിടെ കമ്പ്യൂട്ട് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. കമ്പ്യൂട്ടിന്റെ അണ്ടറിൽ എന്തൊക്കെ സർവീസസുകൾ ഉണ്ടെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് ഇപ്പോൾ വേണ്ടത്? ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ വിർച്വൽ മെഷീൻസ് എന്നത് കാണാം. ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് താഴെ വ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് മുന്നിലേക്ക് മറ്റൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാൻ പോകുന്ന വിർച്വൽ സെർവർ അല്ലെങ്കിൽ വിർച്വൽ മെഷീൻ ഏത് റീജിയണിലാണ് വേണ്ടത് എന്നുള്ളതാണ്. ഏതൊക്കെ അഷ്യൂർ റീജിയൻസ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു അല്ലേ? സോ ഞാനിവിടെ തൽക്കാലം വെസ്റ്റ് US എന്ന് തന്നെ കൊടുക്കുന്നു. നിങ്ങളുടെ നിയറസ്റ്റ് റീജിയൻ ഏതാണോ അതാണ് നോർമലി ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീച്ചിങ് പർപ്പസ് ആയതുകൊണ്ട് ഇങ്ങനെ ഇവിടെ നൽകുന്നു എന്നേ ഉള്ളൂ. എങ്ങനെയാണ് നിയറസ്റ്റ് റീജിയൻ ഫൈൻഡ് ചെയ്യുക? ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെക്ക് ചെയ്തിരുന്നു. ഞാൻ വീണ്ടും ഇവിടെ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കുന്നു. തുടർന്ന് ഇതിൽ അഷ്യൂർ സ്പീഡ് ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഈ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അല്പസമയത്തിനകം ഏതാണോ നമ്മുടെ നിയറസ്റ്റ് അഷ്യൂർ റീജിയൻ ഉള്ളത് അതെല്ലാം ഇവിടെ ഷോ ചെയ്യും. അപ്പോൾ അവിടെ നിങ്ങളുടെ കമ്പനി വിർച്വൽ സെർവേഴ്സുകളൊക്കെ ബിൽഡ് ചെയ്യുക. ഇവിടെ മാത്രമേ സെർവേഴ്സ് ബിൽഡ് ചെയ്യാവൂ എന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. എവിടെ വേണമെങ്കിലും ഏത് റീജിയൻസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വിർച്വൽ സെർവേഴ്സുകൾ ഡിപ്ലോയ് ചെയ്യാവുന്നതാണ്. ശരി, ഒരു ടെസ്റ്റിംഗ് പർപ്പസ് ആയതുകൊണ്ട് ഞാനിവിടെ വെസ്റ്റ് US എന്ന് തന്നെ സെലക്ട് ചെയ്യുന്നു. അടുത്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ് ആൻഡ് വിൻഡോസ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ വിൻഡോസ് സെലക്ട് ചെയ്യുന്നു. ടൈപ്പ്, ടിയർ ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് വിർച്വൽ മെഷീൻസിന്റെ വളരെ വിശദമായ ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതിൽ ഇതെല്ലാം എന്താണെന്നുള്ളത് ഡീപ്പായിട്ട് തന്നെ പരിശോധിക്കാം. സോ അതുകൊണ്ട് ഇതെല്ലാം ഞാനിവിടെ സ്കിപ്പ് ചെയ്യുന്നു. ഇവിടെ താഴെ ഇൻസ്റ്റൻസ് എന്നത് കാണാം. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വിർച്വൽ മെഷീൻസ്. പല കാറ്റഗറിയിലുള്ള വിർച്വൽ മെഷീൻസുകൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊരു D2 V3 സൈസിലുള്ള വിർച്വൽ മെഷീനാണ്. 2 വിർച്വൽ പ്രൊസസ്സറുകളാണ് ഈ വിർച്വൽ മെഷീന് ഉണ്ടായിരിക്കുക. കൂടാതെ 8 GB മെമ്മറിയാണ് ഈ മെഷീന് ഉള്ളത്. 50 GB ടെമ്പററി സ്റ്റോറേജും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു മെഷീനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ മണിക്കൂറിന് $0.209 ആണ് നൽകേണ്ടത്. അതാണ് ഇവിടെ ഈ കാണിക്കുന്നത്. ഇവിടെ ഇതേപോലെയുള്ള ഒരുപാട് വിർച്വൽ സെർവേഴ്സുകൾ അവൈലബിൾ ആണ്. പല സ്പെസിഫിക്കേഷൻസിലുമുള്ള വിർച്വൽ മെഷീൻസുകൾ നിങ്ങൾക്കിവിടെ കാണാം. ഞാൻ ഇവിടെ നിന്നും ബേസിക് ആയ ഒരു സെർവർ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം താഴെ നോക്കിയാൽ ബില്ലിംഗ് ഓപ്ഷൻസ് എന്നത് കാണാം. പേ ആസ് യു ഗോ. പേ ആസ് യു ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഈ സെർവർ എത്ര മിനിറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര മണിക്കൂറാണ് യൂസ് ചെയ്യുന്നത് ആ എമൗണ്ട് മാത്രം അഷ്യൂറിന് നൽകിയാൽ മതി. ഇതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ 1 ഇയർ റിസർവ്ഡ് എന്നതാണ്. അതായത് ഈ മെഷീൻ നിങ്ങൾക്ക് 1 ഇയർ റിസർവ് ചെയ്ത് വെക്കാം ഇപ്പോഴേ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 36% ഡിസ്കൗണ്ട് ലഭിക്കും എന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി അതല്ല, ഈ വിർച്വൽ മെഷീൻ 3 വർഷത്തേക്ക് നിങ്ങൾ റിസർവ് ചെയ്യുകയാണെങ്കിൽ 54% വരെ സേവ് ചെയ്യുവാൻ സാധിക്കും എന്നതാണ് ഇവിടെ പറയുന്നത്. സോ ഈ ഓരോ ഓപ്ഷൻസുകളും സെലക്ട് ചെയ്യുമ്പോൾ എമൗണ്ടിൽ വരുന്ന ആ വ്യത്യാസങ്ങൾ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം ഈ സെർവർ എത്ര കാലം യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു ഷോർട്ട് ടൈം പർപ്പസിനാണ് ഒരു സെർവർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ പേ ആസ് യു ഗോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയായിരിക്കും നല്ലത്. ഇനി അതല്ല, ഏകദേശം 1 ഇയർ നിങ്ങൾക്ക് ഈ സെർവർ യൂസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ 1 ഇയർ റിസർവ്ഡ് സെലക്ട് ചെയ്യുകയായിരിക്കും നല്ലത്. എന്തായാലും ഞാനിവിടെ പേ ആസ് യു ഗോ എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. സ്വല്പം താഴേക്ക് വന്നു കഴിഞ്ഞാൽ വിർച്വൽ മെഷീൻസ് 1 എന്നത് കാണാം. അതായത് ഒരു വിർച്വൽ മെഷീനാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എത്ര വിർച്വൽ മെഷീൻസ് വേണമെങ്കിലും നമുക്ക് അറ്റ് എ ടൈം ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഓരോ വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിനനുസരിച്ചുള്ള എമൗണ്ട് ഇവിടെ വരുമെന്ന് മാത്രം. ഇവിടെ 730 അവേഴ്സ് എന്ന് ഡിഫോൾട്ടായി വന്നിരിക്കുന്നത് കാണാം. ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡേയ്സ്, മന്ത്സ് എന്നത് കാണാം.
ഏതാണ് വേണ്ടത് എന്ന് നോക്കി അതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യുക. 730 hours എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഫുൾ മന്ത് അല്ലേ? അതായത് 24/7 ഈ ഒരു ഫുൾ മന്ത് ഈ വിർച്വൽ മെഷീൻ ഓണിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ഈ കാണുന്ന എമൗണ്ട് പേ ചെയ്യേണ്ടത്. അതായത് ഒരു മാസം 24/7 ഈ സെർവർ വർക്കിംഗ് ആയിരിക്കും, അതായത് ഓൺ മോഡിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുവാനും സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഈ കമ്പനി സെർവർ ഡേ ടൈമിൽ മാത്രമേ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്ന് കരുതുക. അതായത് ഡേ ടൈമിൽ 10 hours മാത്രമേ വർക്ക് ചെയ്യേണ്ട ആവശ്യകത വരുന്നുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 730 hours എന്നത് എഡിറ്റ് ചെയ്ത് 300 hours എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ഞാൻ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ സെർവർ എത്ര മണിക്കൂർ ഓൺ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ഇവിടെ നൽകുവാൻ സാധിക്കുന്നതാണ്. സോ ആ ഓൺ ആയിരിക്കുന്ന സമയത്തെ എമൗണ്ട് മാത്രമേ നമ്മൾ അഷ്യൂറിന് നൽകേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ 300 hours എന്ന് നൽകിയത്. അതായത് ഒരു ദിവസം 10 hours വെച്ച് 30 ദിവസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 300 hours എന്ന് ലഭിക്കും. അതാണ് ഇവിടെ കൊടുത്തത്. സോ ഇപ്പോൾ ഇവിടെ എമൗണ്ടിൽ വന്ന ആ വ്യത്യാസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പെർ മന്ത് എനിക്ക് ഏകദേശം $9 മാത്രം അഷ്യൂറിന് നൽകിയാൽ മതി. എല്ലാ ദിവസവും 10 മണിക്കൂറോളം ഈ സെർവർ എനിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ സെർവർ ഒരു ഓൺ പ്രിമൈസസിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഈ ഒരു സെർവറിനായി തന്നെ മാറ്റിവെക്കേണ്ടി വരുമായിരുന്നു? അതുമാത്രമാണോ? ഈ സെർവർ മെയിൻറ്റെയിനിങ്, കൂളിംഗ് സിസ്റ്റംസുകൾ, റാക്ക് സെറ്റപ്പ്, കേബിൾ അറേഞ്ച്മെന്റ്സ് എന്നിങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇനി ഒരു 2-3 മാസം കഴിഞ്ഞ് നമുക്ക് ഈ സെർവർ വേണ്ട എന്ന് വിചാരിക്കുക. അതായത് എന്തോ പ്രൊജക്ട് വർക്കിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തോ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയോ ആണ് നമ്മൾ ഈ സെർവർ ഇവിടെ ഡിപ്ലോയ് ചെയ്തത്. നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ സെർവർ ഇവിടെ നിന്നും റിമൂവ് ചെയ്ത് കളയുവാനും സാധിക്കുന്നതാണ്. സോ പിന്നീട് നമ്മൾ അഷ്യൂറിന് പണം നൽകേണ്ടതില്ല, കാരണം ആ സെർവർ അവിടെ ഇല്ല. എന്നാൽ ഒരു ഓൺ പ്രിമൈസസിൽ ഇതെല്ലാം നടക്കുമോ? സെർവർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ സെർവർ ഓഫ് ചെയ്ത് വെക്കുകയേ നിർവാഹമുള്ളൂ. അപ്പോൾ ഈ സെർവറിന് വേണ്ടി ചിലവാക്കിയ പണം, എഫേർട്ട്, ടൈം എല്ലാം വെറുതെ ആയതുപോലെയായി അല്ലേ? അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ക്ലൗഡ് ടെക്നോളജിയിലേക്ക് ഇന്ന് വേൾഡിലുള്ള എല്ലാ കമ്പനികളും മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു സെർവറിന്റെ കാര്യം മാത്രമാണ് നമ്മൾ നോക്കിയത്. ഈ 1 എന്ന സ്ഥാനത്ത് ഒരു 10 സെർവർ ആണെന്ന് വിചാരിക്കുക. അപ്പോഴും കമ്പയർ ടു ഓൺ പ്രിമൈസസ് സെർവറിന്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. കൂടാതെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിച്ച് വറിയാകേണ്ട ആവശ്യവും ഇവിടെയില്ല. ഇനി ഫ്യൂച്ചറിൽ ഇതിലെ 5 സെർവേഴ്സുകൾ മാത്രം നിങ്ങൾക്ക് മതിയെങ്കിൽ ബാക്കി വരുന്ന 5 സെർവേഴ്സുകൾ ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയുവാനും സാധിക്കുന്നതാണ്. വളരെ ഈസിയാണ് അല്ലേ ക്ലൗഡിലെ ഈ മെയിൻറ്റെയിനിങ് ആൻഡ് മാനേജിങ് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മളിവിടെ നോക്കിയത് അഷ്യൂർ പ്രൈസിംഗ് കാൽക്കുലേറ്റർ ആണ്. ഒരു മെഷീൻ നിങ്ങൾ ഡിപ്ലോയ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഇതേപോലെ നിങ്ങളുടെ റിക്വയർമെന്റ്സുകൾക്കനുസരിച്ച് ഓരോ വാല്യൂവും കൊടുത്ത് എത്രയാണ് മന്ത്ലി ബിൽ വരിക അല്ലെങ്കിൽ എത്രയാണ് അവേർലി ബിൽ വരിക എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് വിർച്വൽ മെഷീൻസിന്റെ ക്ലാസ്സുകളിൽ വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. അഷ്യൂറിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് മാത്രമേ ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഡോണ്ട് വറി, എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ശരി, ഇനി എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് അഷ്യൂറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നത് നമുക്കൊന്ന് നോക്കാം. അഷ്യൂറിലെ സർവീസസുകൾ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് നമ്മൾ മസ്റ്റായും ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, ജിമെയിൽ സർവീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജിമെയിലിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം അല്ലേ? ഇനി അതല്ല, യാഹൂ സർവീസസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യാഹൂവിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും. അഷ്യൂറിലെ ഏത് സർവീസസുകൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ ഒരു അക്കൗണ്ട് ഇവിടെയും ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ ആദ്യമായി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ 30 ദിവസം ഫ്രീ ആയി യൂസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതായത് അഷ്യൂറിലെ ഏത് സർവീസസ് യൂസ് ചെയ്താലും അതിന് ബില്ലൊന്നും നിങ്ങൾക്ക് വരില്ല. അതായത് പ്രത്യേകിച്ച് ചാർജസ് ഒന്നും തന്നെ അവർ ഈടാക്കുകയില്ല. എന്നാൽ 30 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഈ ഫ്രീ അക്കൗണ്ട് യൂസ് ചെയ്യുവാൻ സാധിക്കുന്നതുമല്ല.
ഇനി ഇതേ അക്കൗണ്ട് നിങ്ങൾക്ക് 30 ദിവസത്തിന് ശേഷവും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേ ആസ് യു ഗോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഈ അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കേണ്ടതാണ്. ഇങ്ങനെ പേ ആസ് യു ഗോ ആക്ടിവേഷൻ ചെയ്താൽ പിന്നീട് നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ സർവീസസുകൾക്കും എത്രയാണോ എമൗണ്ട് വരിക അതിനനുസരിച്ച് മന്ത്ലി ബിൽ നിങ്ങൾക്ക് വരുന്നതാണ്. അതായത് ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മറ്റൊന്നുമല്ല, ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അക്കൗണ്ട് നമുക്ക് സൗജന്യമായി 30 ദിവസം ഉപയോഗിക്കുവാൻ സാധിക്കും. അതായത് ഈ അക്കൗണ്ട് യൂസ് ചെയ്ത് വിർച്വൽ മെഷീൻസുകൾ ക്രിയേറ്റ് ചെയ്യാം, സ്റ്റോറേജ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം, വിർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള അഷ്യൂറിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. എന്നാൽ 30 ദിവസത്തിന് ശേഷം നമ്മുടെ അക്കൗണ്ട് ഫ്രീ ആയി യൂസ് ചെയ്യുവാൻ സാധിക്കുന്നതല്ല. 30 ദിവസം കഴിഞ്ഞാൽ പേ ആസ് യു ഗോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ അഷ്യൂർ സർവീസ് ഉപയോഗിക്കുവാൻ പിന്നീട് സാധിക്കുകയുള്ളൂ. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു ടെസ്റ്റിംഗ് പർപ്പസിനോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്ത് നോക്കുന്നതിനോ വേണ്ടിയാണ് അവർ 30 ദിവസം നമുക്ക് അഷ്യൂർ സർവീസസുകൾ ഫ്രീ ആയി യൂസ് ചെയ്യുവാൻ അനുവദിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഔട്ട്ലുക്ക് ID, ഹോട്ട്മെയിൽ ID, ലൈവ് ID, MSN ID, ജിമെയിൽ ID ഇവയൊക്കെ അഷ്യൂർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്യേണ്ട ആവശ്യകത ഇവിടെയുണ്ട്. അതായത് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ് ഡീറ്റെയിൽസ്, ഇമെയിൽ അഡ്രസ് ഇവയൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അടുത്തതായി നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യകതയും ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനെ മൊബൈൽ നമ്പർ നമ്മൾ നൽകിക്കഴിഞ്ഞാൽ ഈ നമ്പറിലേക്ക് മൈക്രോസോഫ്റ്റ് ഒരു OTP നമ്പർ സെൻഡ് ചെയ്തു തരും. ഒരു വെരിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയാണിത്. കൂടാതെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൂടെ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ക്രെഡിറ്റ് കാർഡ് മാത്രമേ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഏത് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തും നമുക്ക് ഒരു അഷ്യൂർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുത്താൽ US കറൻസിയിലാണെങ്കിൽ $1 അവർ ഡിഡക്റ്റ് ചെയ്യും. പക്ഷേ വിത്തിൻ 3 or 4 വർക്കിംഗ് ഡേയ്സ് ഈ എമൗണ്ട് നമുക്ക് തിരികെ അവർ തരുന്നതാണ്. ഇതും ഒരു വെരിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ അഷ്യൂർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ പാൻ കാർഡ് ഡീറ്റെയിൽസ് കൂടെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് മാൻഡാറ്ററി അല്ല. ശരി, അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ ഉണ്ടാകുക എന്നത് നമുക്കൊന്ന് നോക്കാം. azure.microsoft.com എന്ന സൈറ്റാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത്. സോ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ബ്രൗസർ എടുത്ത് അതിൽ azure.microsoft.com എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ താഴെയുള്ള സ്റ്റാർട്ട് ഫ്രീ എന്ന ബട്ടണിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഫ്രീ അക്കൗണ്ട് എന്ന ബട്ടണിലോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അടുത്ത ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രിയേറ്റ് യുവർ അഷ്യൂർ ഫ്രീ അക്കൗണ്ട് ടുഡേ, ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് 12 months ഓഫ് ഫ്രീ സർവീസസ്. ഞാൻ സ്വല്പം താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ $200 നമുക്ക് ലഭിക്കുന്നതാണ് അഷ്യൂറിലെ സർവീസസുകൾ യൂസ് ചെയ്യുവാൻ വേണ്ടി. കൂടാതെ ചില സർവീസസുകൾ 1 വർഷം വരെ ഫ്രീ ആയി യൂസ് ചെയ്യുവാനും സാധിക്കുമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ സർവീസസുകൾ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ താഴേക്കൊന്ന് വരിക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ഫ്രീ സർവീസസുകൾ. സോ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. ശരി, നമുക്കെന്തായാലും ഇപ്പോൾ ഒരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലേ? അതിനായി ഞാൻ ഈ സ്റ്റാർട്ട് ഫ്രീ എന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ allu.cisco@hotmail.com എന്ന ID തന്നെ ഇവിടെ കൊടുക്കുന്നു. തുടർന്ന് ഈ IDയുടെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം താഴെ സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഞാൻ എന്തായാലും ഇവിടെ സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നില്ല. കാരണം ഈ ID യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഓൾറെഡി ഒരു അഷ്യൂർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ആ സ്റ്റെപ്പുകൾ എന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ ഈസിയാണ്, ഡിഫിക്കൽട്ടീസ് ഒന്നും തന്നെയില്ല. സൈൻ ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ കാണുന്നത് പോലെയുള്ള ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ നിങ്ങളുടെ ഇൻഫർമേഷൻസ് എല്ലാം കൊടുക്കുക. അതിനുശേഷം താഴെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മറ്റൊരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്.
നിങ്ങളുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ആണ് ഇവിടെ ചോദിക്കുന്നത്. സോ കൺട്രി കോഡും ഫോൺ നമ്പറും എൻ്റർ ചെയ്യുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് താഴെ ടെക്സ്റ്റ് മീ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ കൊടുത്ത നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് അവർ സെൻഡ് ചെയ്തു തരും. ആ കോഡ് ഇവിടെ താഴെ വെരിഫിക്കേഷൻ കോഡ് എന്നതിൽ കൊടുക്കുക. അതിനുശേഷം വെരിഫൈ കോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സ്വല്പ സമയത്തിന് ശേഷം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യുവാൻ ആവശ്യപ്പെടും. സോ അതും ഇവിടെ നൽകുക. അതിനുശേഷം എഗ്രിമെന്റ് ആക്സെപ്റ്റ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. വളരെ ഈസിയാണ് ഒരു അഷ്യൂർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുവാൻ, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായി ചെയ്തു കഴിഞ്ഞാൽ അഷ്യൂറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആകപ്പെടും. ഈ അക്കൗണ്ട് ആദ്യത്തെ 30 ദിവസം നമുക്ക് ഫ്രീ ആയി യൂസ് ചെയ്യാം. $200 നമുക്ക് അവർ എനേബിൾ ചെയ്തു തരും. റുപ്പീസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 13,300 റുപ്പീസ് ആണ് വരിക. അതായത് മൈക്രോസോഫ്റ്റ് നമ്മുടെ അഷ്യൂർ അക്കൗണ്ടിലേക്ക് 13,300 റുപ്പീസ് ആഡ് ചെയ്തു തരും. അതായത് $200. ഈ എമൗണ്ട് യൂസ് ചെയ്താണ് നമ്മൾ അഷ്യൂറിൽ 30 ദിവസം കാര്യങ്ങളെല്ലാം ചെയ്യുക. 30 ദിവസത്തിന് ശേഷം ഈ എമൗണ്ട് അവർ ക്യാൻസൽ ചെയ്യുകയും നമ്മുടെ ഈ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രെഡിറ്റ് കാർഡിലേക്കല്ല അവർ ഈ 13,300 റുപ്പീസ് തരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന അഷ്യൂർ അക്കൗണ്ടിലേക്കാണ് ഈ എമൗണ്ട് ആഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ തരുന്ന എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യുവാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തന്നെ സാധിക്കുന്നതല്ല. അഷ്യൂർ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് സർവീസസുകളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുവാനോ അല്ലെങ്കിൽ പഠിക്കുവാനോ അതുമല്ലെങ്കിൽ മറ്റ് പ്രാക്ടിക്കൽസുകളൊക്കെ ചെയ്ത് നോക്കുവാനോ ഒക്കെയാണ് ഈ എമൗണ്ട് അവർ ക്രെഡിറ്റ് ആയി തരുന്നത്. അപ്പോൾ മറ്റു കാര്യങ്ങൾക്ക് ഈ എമൗണ്ട് യൂസ് ചെയ്യുവാൻ ഒരിക്കലും സാധിക്കുന്നതല്ല. ഇങ്ങനെ നമ്മൾ സർവീസസുകൾ യൂസ് ചെയ്യുമ്പോൾ എത്രയാണോ എമൗണ്ട് വരുന്നത് അത് ഈ 13,300 റുപ്പീസിൽ നിന്നും അവർ ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ 30 ഡേയ്സ് മാത്രമേ നമുക്ക് ഈ എമൗണ്ട് അവർ ഒരു അക്കൗണ്ടിന് അനുവദിച്ചു തരികയുള്ളൂ. ഇനി നിങ്ങൾ ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ ഈ ലഭിച്ചിരിക്കുന്ന ഫ്രീ ക്രെഡിറ്റ് മുഴുവനായി യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഡീആക്ടിവേറ്റ് ആകപ്പെടുന്നതാണ്. പിന്നീട് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ പേ ആസ് യു ഗോ എന്ന ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. അതായത് അഷ്യൂർ ഒരിക്കലും നിങ്ങളുടെ സമ്മതമില്ലാതെ പേ ആസ് യു ഗോ മെത്തേഡിലേക്ക് നിങ്ങളുടെ ഈ ഫ്രീ അക്കൗണ്ടിനെ കൺവേർട്ട് ചെയ്യുകയില്ല. നിങ്ങൾ എപ്പോഴാണോ മാനുവലായി പേ ആസ് യു ഗോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നത് അപ്പോൾ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീ അക്കൗണ്ടിൽ നിന്നും ചേഞ്ച് ആകുകയുള്ളൂ. ഇതിനെ നമുക്ക് ഫ്രീ ട്രയൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചില സോഫ്റ്റ്വെയർസുകൾ നമ്മൾ അങ്ങനെയെല്ലാം യൂസ് ചെയ്യാറുണ്ട്, അല്ലേ? ആദ്യത്തെ 14 ഡേയ്സ് അല്ലെങ്കിൽ ആദ്യത്തെ 30 ഡേയ്സ് അവർ ഇത്തരത്തിലുള്ള ചില സോഫ്റ്റ്വെയർസുകൾ ഫ്രീ ആയി യൂസ് ചെയ്യാൻ തരും. അതിനുശേഷം പേ ചെയ്താൽ മാത്രമേ നമുക്ക് ആ സോഫ്റ്റ്വെയർസുകൾ പിന്നീട് യൂസ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇനി അടുത്ത ഒരു കാര്യം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഫ്രീ അക്കൗണ്ട് നിങ്ങൾ 30 ദിവസത്തിന്റെ ഉള്ളിൽ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഈ അക്കൗണ്ട് 30 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഡീആക്ടിവേറ്റ് ആയി പോകുന്നതാണ്. സോ ആഫ്റ്റർ 30 ഡേയ്സ് ഈ ഫ്രീ അക്കൗണ്ടിൽ നിന്ന് പേ ആസ് യു ഗോ മോഡിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ പിന്നീട് ഈ അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറയുന്നത്, മുൻപ് നമുക്ക് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ടും അഷ്യൂർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസുകൾ നൽകിയാൽ മാത്രമേ ഇവ ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഇനി സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ല എന്ന് വിചാരിക്കുക. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ആരുടെയെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഇവിടെ യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഫാദറിന്റെ, മദറിന്റെ, ബ്രദറിന്റെ, റിലേറ്റീവ്സിന്റെ, ഇവരുടെ ആരുടെയെങ്കിലും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ടും അഷ്യൂർ അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ക്രെഡിറ്റ് കാർഡിൽ നിങ്ങളുടെ നെയിം തന്നെ വേണമെന്നൊന്നുമില്ല. ആരുടെയെങ്കിലും ജെന്യുവനായ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അഷ്യൂർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സംശയം ഈ ഭാഗത്ത് വരാറുള്ളത്, ഒരു ക്രെഡിറ്റ് കാർഡ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് എത്ര അഷ്യൂർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒരേ ക്രെഡിറ്റ് കാർഡ് നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 4-5 അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇത് ചില സമയങ്ങളിൽ
ഫോർ ദ സെക്യൂരിറ്റി റീസൺ മൈക്രോസോഫ്റ്റ് അനുവദിക്കാറുമില്ല. അതുകൂടെ നിങ്ങളിവിടെ മനസ്സിലാക്കുക. ശരി, അപ്പോൾ നമ്മൾ ആഷ്വറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി യൂസ് ചെയ്ത URL എന്ന് പറയുന്നത് azure.microsoft.com എന്നതാണ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് യൂസ് ചെയ്ത് എങ്ങനെയാണ് അഷ്വറിലെ സർവീസസ് യൂസ് ചെയ്യുക എന്നത് നമുക്ക് അടുത്തതായി ഒന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള URL ആണ് portal.azure.com എന്നത്. അപ്പോൾ ഈ രണ്ട് URLും നിങ്ങൾ മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണിത്. ഒരു പുതിയ Azure അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ azure.microsoft.com എന്ന സൈറ്റാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ URL ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അഷ്വറിലെ സർവീസസുകൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ portal.azure.com എന്ന സൈറ്റുമാണ്, അല്ലെങ്കിൽ ഈ ഒരു URLുമാണ് ഉപയോഗിക്കേണ്ടത്. ശരി, അപ്പോൾ നമുക്ക് ഈ portal.azure.com എന്ന URLിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആ വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വരുന്നുണ്ട്. തുടർന്ന് allu.cisco@hotmail.com എന്ന Azure അക്കൗണ്ട് ഇവിടെ കൊടുത്ത് ഞാൻ എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ശരിയായ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം സൈൻ ഇൻ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അഷ്വറിന്റെ പോർട്ടൽ പേജ് നമ്മുടെ മുന്നിലേക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഒരു വിൻഡോയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ അഷ്വറിലെ എല്ലാ സർവീസസുകളും യൂസ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, മാനേജ് ചെയ്യുക, ട്രബിൾ ഷൂട്ട് ചെയ്യുക എല്ലാം. നമ്മൾ ഏത് അക്കൗണ്ട് യൂസ് ചെയ്താണ് ഇപ്പോൾ ഈ അഷ്വറിൽ ലോഗിൻ ആയിരിക്കുന്നത് എന്നത് ഇവിടെ റൈറ്റ് കോർണറിൽ കാണിക്കുന്നുണ്ട്. ശരി, ഇപ്പോൾ എങ്ങനെയാണ് അഷ്വറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ആ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് യൂസ് ചെയ്ത് എങ്ങനെയാണ് അഷ്വറിൽ ലോഗിൻ ചെയ്യുക എന്നതും മനസ്സിലായി കാണുമെന്ന് തന്നെ കരുതുന്നു. ഇവിടെയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ഇനി നമുക്ക് അഷ്വറിലെ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട്സുകളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. പ്രധാനമായും 3 തരത്തിലുള്ള അഡ്മിൻസുകളാണ് അഷ്വറിലുള്ളത്. അതിൽ ആദ്യത്തെ അക്കൗണ്ട് അഡ്മിനിസ്ട്രേറ്റർ, രണ്ടാമത്തെ സർവീസ് അഡ്മിനിസ്ട്രേറ്റർ, മൂന്നാമത്തെ കോ അഡ്മിനിസ്ട്രേറ്റർ. ഇനിയും പല അഡ്മിനിസ്ട്രേറ്റേഴ്സും അഷ്വറിലുണ്ട്. പക്ഷേ ഈ 3 അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട്സ് ടൈപ്സ് ആണ് പ്രധാനമായും അഷ്വറിലുള്ളത്. നമ്മൾ അഷ്വറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ആ യൂസർ അക്കൗണ്ട് അഡ്മിനിസ്ട്രേറ്റർ എന്ന റോളിലാണ് ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ലോഗിൻ ആയിരിക്കുന്നത് allu.cisco@hotmail.com എന്ന ഐഡിയിലാണ്. സോ ഈ യൂസർ ആണ് അഷ്വറിന്റെ അക്കൗണ്ട് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. സോ ഒരു അഷ്വറിൽ ഒരു സമയത്ത് ഡിഫോൾട്ടായി ഒരു അക്കൗണ്ട് അഡ്മിനിസ്ട്രേറ്റർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ അക്കൗണ്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് ഫുൾ പ്രിവിലേജ് ഉണ്ടായിരിക്കുകയും ചെയ്യും. അതായത് ആക്റ്റീവ് ഡയറക്ടറിയിൽ എന്റർപ്രൈസ് അഡ്മിൻ എന്ന് നമ്മൾ പറയാറില്ലേ, അതേപോലെ അഷ്വറിൽ അക്കൗണ്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് ഫുൾ പ്രിവിലേജ് ആണ് ഉണ്ടായിരിക്കുക. അതായത് വിർച്വൽ മെഷീൻസുകൾ ക്രിയേറ്റ് ചെയ്യാം, റിമൂവ് ചെയ്യാം, എല്ലാ സബ്സ്ക്രിപ്ഷൻസിനെയും മാനേജ് ചെയ്യാം, പുതിയ സബ്സ്ക്രിപ്ഷൻസ് ആഡ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, ബില്ലിംഗ് കാര്യങ്ങൾ അറിയാം, റിപ്പോർട്ട്സുകൾ എടുക്കാം എന്നിങ്ങനെയുള്ള എല്ലാ പ്രിവിലേജസും ഈ അക്കൗണ്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി സർവീസ് അഡ്മിൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് അഡ്മിന് താഴെ വരുന്ന ഒരു റോളാണ് ഈ സർവീസ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കുക. ടോട്ടൽ അഷ്വറിൽ വരുന്ന ഓരോരോ സബ്സ്ക്രിപ്ഷനെയും മാനേജ് ചെയ്യുവാനുള്ള ഒരു പ്രിവിലേജ് അതാത് സബ്സ്ക്രിപ്ഷൻസിലെ സർവീസ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കും. അതായത് അഷ്വറിൽ ക്രിയേറ്റ് ചെയ്യുന്ന വിർച്വൽ മെഷീൻസ്, സ്റ്റോറേജ്, വിർച്വൽ നെറ്റ്വർക്ക് ഇതൊക്കെ മാനേജ് ചെയ്യുവാനുള്ള പ്രിവിലേജ് അല്ലെങ്കിൽ പെർമിഷൻ ഈ സർവീസ് അഡ്മിന് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ സർവീസ് അഡ്മിനിസ്ട്രേറ്റർക്ക് കോ അഡ്മിനിസ്ട്രേറ്ററെ ക്രിയേറ്റ് ചെയ്യുവാനുള്ള പ്രിവിലേജും ഉണ്ടായിരിക്കും. ഏകദേശം 200 കോ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് അഷ്വർ അഡ്മിനിസ്ട്രേറ്ററായി ഒരു ജോലി കിട്ടി എന്ന് വിചാരിക്കുക. ഉടനെ തന്നെ നിങ്ങൾക്ക് ആ കമ്പനിയിൽ മെയിൻ അഡ്മിനിസ്ട്രേറ്ററായുള്ള പ്രിവിലേജ് തരുമോ? ഒരിക്കലും തരില്ല, അല്ലേ? ആദ്യം അവർ തരിക കോ അഡ്മിൻ ലെവലായിരിക്കും. അതായത് ലിമിറ്റഡ് പ്രിവിലേജസ് മാത്രമേ ഈ കോ അഡ്മിന് ഉണ്ടായിരിക്കുകയുള്ളൂ. കോ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് മറ്റൊരു കോ അഡ്മിനിസ്ട്രേറ്ററെ ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ പ്രധാനപ്പെട്ട 3 അഡ്മിനിസ്ട്രേറ്റർ ടൈപ്സുകളാണ് നമ്മളിവിടെ നോക്കിയത്. ശരി, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കാം. ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.